നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റിന് വലിയ മഹത്വമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുമ്പോഴും ചൊല്ലാം. പക്ഷെ ആ ദിക്ർ ഒഴിവാക്കരുത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണത്. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ സ്വർഗത്തിൽ പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. 110 ദിക്റില്ലേ? 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതും കൂട്ടുമ്പോ 100 പിന്നൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൊത്തം 110 ഒരു 110 ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. പക്ഷേ ചൊല്ലുന്ന ആളുകൾ തൗഫീഖുള്ളവർ കുറവാണ്.